അസ്സലാമലൈക്കും. ഹലോ ഹായ്. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ആക്ച്വലി ഞാൻ ഇന്ന് ഈ ഒരു വ്ളോഗ് എടുക്കണം എന്നല്ല വിചാരിച്ചത്. ഇൻട്രോ ഇങ്ങനെയല്ല വിചാരിച്ചിരുന്നത്. നമ്മുടെ എന്താ പറയുക, സിൽവർ ബട്ടൺ ഓപ്പൺ ആക്കുന്നതും അതിൻ്റെയൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരുന്നു കേട്ടോ ഞാൻ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ നടന്നില്ല. അത് ഞാൻ വേറൊരു വ്ളോഗിൽ എന്തായാലും കാണിക്കുന്നതായിരിക്കും. അപ്പം ഞങ്ങൾ രാവിലെ പുറപ്പെട്ടു പോകുന്നത് ഈദ് പർച്ചേസിനാണ് കേട്ടോ. ഒരുപാട് വൈകിട്ടോ നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. അതായത് അവസാനത്തെ 10ലും എന്താ പറയുക ലാസ്റ്റായിട്ടോ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് അത്രയും ടൈം എടുത്തു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മാക്സിലോട്ടാണ് കേട്ടോ പോണത്. പിള്ളേർക്കും ഇക്കാക്കും ഉപ്പാക്കും ഒക്കെ അവിടുന്ന് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് കിട്ടുകയാണെങ്കിൽ എനിക്കും എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ലേഡീസിൻ്റെ കളക്ഷനിൽ ഞാൻ കയറി ചെന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പിന്നെ ഡീറ്റെയിലായിട്ട് നോക്കുമ്പം ഒന്ന് കൈയുണ്ടാവില്ല, അല്ലെങ്കിൽ കഴുത്തിറക്കം, അല്ലെങ്കിൽ ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. അങ്ങനെ പല പല മിസ്റ്റേക്ക് കേട്ടോ. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട്. അങ്ങനെ റിഹാനും അയാനും അവർക്ക് വേണ്ട സംഭവങ്ങളൊക്കെ തിരഞ്ഞ് കണ്ടുപിടിക്കുകയാണ്. എന്നിട്ടോ അയാൻ പാൻ്റ് എടുത്തത് ഭയങ്കര ബിഗ് ആയിപ്പോയി കേട്ടോ. റിഹാനിക്കും ലൂസുള്ള പാൻറ്റാണ് അവൻ എടുത്തിട്ട് വന്നത്. അവനോട് സൈസ് മാറ്റിയെടുക്കാനൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അവനത് വിട്ടുപോയി തോന്നുന്നു. കണ്ണാടി എവിടെ കണ്ടാലും പിന്നെ ഇങ്ങനൊരു ഷോട്ട് എടുക്കുന്നത് എൻ്റെ ഒരു പതിവായതുകൊണ്ട് ഞാൻ ചെറിയൊരു ഷോട്ട് എടുത്തതാണേ. അങ്ങനെ ഇതാ പിള്ളേർ വീണ്ടും അവരുടെ ഷർട്ടും ടീഷർട്ടും പാൻറ്റും ഒക്കെ നോക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് അവിടെ ചോയ്സ് ഇല്ല. അതിൻ്റെയൊക്കെ കാലം അതായത് ഇതെടുക്കുമോന് അതെടുക്കുമോനു എന്നൊന്നും പറഞ്ഞാൽ അവർ കേൾക്കുന്നില്ല കേട്ടോ. അവരുടേതായ രീതിയിലാണ് ഇപ്പം ഡ്രസ്സ് എടുക്കുന്നത്. പണ്ടൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഒരു വർഷത്തിന് മാത്രമല്ലല്ലോ ഡ്രസ്സ് എടുക്കുക. നമ്മുടെ പാരൻസൊക്കെ 2 വർഷത്തിന് ഇടാൻ മാത്രം വലുപ്പമുള്ള ഡ്രസ്സ് എടുക്കാൻ പറയാം. ഇപ്പം പിന്നെ അതൊരു ഫാഷൻ ആയതുകൊണ്ട് പിള്ളേർ അവരെ അങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ അയാനോട് പറഞ്ഞത്. പണ്ട് ഞങ്ങൾക്കൊക്കെ വലിയ ഡ്രസ്സ് എടുത്ത് തരുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. ഇപ്പം നിങ്ങൾ സ്വന്തമായിട്ട് എടുക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഡ്രസ്സൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷെ കഴുത്തൊക്കെ ഭയങ്കര ഇറക്കം കേട്ടോ. അത് കാരണം ഞാൻ എടുത്തില്ല. പിന്നെ അപ്പുറത്തുള്ള റെയിൻബോ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഭയങ്കര അടിപൊളി തുണിയായിരുന്നു കേട്ടോ അതിൻ്റെ ക്ലോത്ത്. ഈ യെല്ലോയും ഒക്കെ ഇഷ്ടമായി. ഇതിൻ്റെ എന്താ പ്രശ്നം പറഞ്ഞാൽ ഇടുപ്പിൻ്റെ അവിടെയുള്ള എലാസ്റ്റിക്കും പിന്നെ കഴുത്തും രണ്ടും എനിക്ക് ചേരൂല. അത് കാരണം ഞാൻ അതൊക്കെ അവിടെ വെച്ചിട്ട് വന്നു. ഇനിയിപ്പോൾ എനിക്ക് കല്യാണിലോ അല്ലെങ്കിൽ റിലയൻസ് ട്രെൻഡിലോ നോക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യണത് കേട്ടോ. അങ്ങനെ ചപ്പലൊക്കെ ഒത്തിരി ഉണ്ട്. പക്ഷെ നമ്മൾ ചപ്പലൊന്നും എടുത്തില്ല. നമുക്ക് ഒരുപാട് ചപ്പലൊക്കെ കൊണ്ടുവന്ന് തന്നല്ലോ. പിന്നെ എടുക്കുന്നത് അഹങ്കാരമല്ലേ. അപ്പോൾ പിന്നെ അയൻകുട്ടി അവിടെ നിന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അവൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഇവർ ഇതാ ബില്ലൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തിട്ട് നമുക്കൊരു ബാഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് ലാപ്ടോപ്പിൻ്റെ. അങ്ങനെ അവരുടെ ഷോപ്പിംഗൊക്കെ കഴിഞ്ഞു. അതായത് ഉമ്മാൻ്റെ അല്ല, ഇക്കാൻ്റെ പാപ്പാൻ്റെ പിന്നെ രണ്ട് പേരുടെ അയാൻ്റെ റിഹാൻ്റെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല ചൂടുണ്ടായിരുന്നു, ഭയങ്കര ചൂട് കേട്ടോ. കാറിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റുന്നില്ല, അത്രയും ചൂടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ വിടാൻ പോയത് വെസ്റ്റ് സൈഡിലോട്ടാണ്. പക്ഷെ അവിടെ കയറിയില്ല കേട്ടോ, കാർ പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട്. ഞങ്ങൾ നേരെ കല്യാണിൽ പോയി. ഇന്ന് എൻ്റെ വോയിസ് ഭയങ്കര ഡള്ളായിരിക്കും, ക്ഷീണം കാരണമാണ് കേട്ടോ. അപ്പോൾ കല്യാണിൽ സൈഡിൽ അവർ സംഭാരമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു കാര്യം തന്നെയാണ്. വേനലിൽ ഇങ്ങനെ ആൾക്കാർ കയറി വരുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നത് ഭയങ്കര നല്ല കാര്യം തന്നെയാണ്. പക്ഷെ നമുക്ക് നോമ്പായതുകൊണ്ട് നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല. പിന്നെ ഞങ്ങൾ സാരിയുടെ സെക്ഷനിലോട്ടാണ് കേട്ടോ നേരെ പോയത്. ഉമ്മാൻ്റെ ഉമ്മാക്കും സാരി എടുത്തു. ഉമ്മാൻ്റെ ഉമ്മ വൈറ്റ് സാരി മാത്രമേ എടുക്കുള്ളൂ. നിങ്ങൾക്ക് അറിയാലോ, തങ്കുമ്മാനെ അറിയാലോ, അവർ വൈറ്റ് സാരി മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ അതും നോക്കി. വൈറ്റിൽ കുഞ്ഞു പൂക്കളോ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഡിസൈനുള്ള സാരികളാണ് കേട്ടോ നോക്കുന്നത്. പ്ലെയിൻ വൈറ്റ് അല്ല കേട്ടോ നോക്കുന്നത്. അങ്ങനെ ഞങ്ങൾ സാരി സെലക്ഷനൊക്കെ കഴിഞ്ഞു. ഞാൻ എൻ്റെ സ്ഥിരം പ്രിൻറ്റഡ് ഷോളുകൾ എവിടെ നിന്നാണ് എടുക്കാറ് ചോദിക്കാറില്ലേ. ഞാൻ കല്യാണിൽ വന്നിട്ടാണ് കേട്ടോ പ്രിൻറ്റഡ് ഷോൾ എടുക്കുക. അവിടെ നിന്ന് കണ്ട ഒരു 3-4 വെറൈറ്റി ഞാൻ ഒന്നിച്ചെടുക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. കോട്ടൻ്റെ പ്രിൻറ്റഡ് ഞാൻ ഇവിടുന്ന് മാത്രമേ എടുക്കാറുള്ളൂ. അത് എനിക്ക് കല്യാണിൽ വന്നു കഴിഞ്ഞാൽ ആകെ ഞാൻ പോകുന്നൊരു സ്ഥലം ഷോൾ എടുക്കാനാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നൊരു ചുരിദാർ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കൊരു കോട്ടൺ പ്രിൻറ്റഡ് ടോപ്പും പാൻറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല കംഫർട്ടായിരുന്നു ഇടാനും, നല്ല സുഖമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും എടുത്തു. വലിയ റേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബില്ലെല്ലാം ചെയ്ത് നമുക്കിതാ പാക്കൊക്കെ ചെയ്ത് തരുവാണ് കേട്ടോ. അവിടെ പിന്നെ വലിയ ഗിഫ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു ബാഗ് വരും, പിന്നെ കുറേ പേപ്പർ ബാഗ്, ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലേ. അത് വല്ല പാത്രങ്ങളോ ഗ്ലാസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ ഇരട്ടി മധുരല്ലേ. നമ്മുടെ കയ്യിൽ നിന്ന് ഒത്തിരി മേടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവർ നമുക്ക് ഗിഫ്റ്റ് തരുന്നത്. എന്നാലും നമുക്കതൊരു സന്തോഷമാണല്ലേ.
അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ഇനി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് വഴിയേ കാണാം അല്ലേ. അപ്പോൾ നമ്മൾ നേരെ പോയത് റിലയൻസ് ട്രെൻഡിലോട്ടാണ് കേട്ടോ വീണ്ടും പോയത്. അപ്പം എനിക്കൊരു ഡ്രസ്സ് എടുത്തത്, അതുകൊണ്ട് എനിക്കൊരു ടോപ്പ് വേണം എന്നുണ്ട്. 1-2 ടോപ്പും കൂടി എടുക്കുക എന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ റിലയൻസ് ട്രെൻഡിലോട്ട് പോയി. അവിടെ പോയപ്പോൾ വലിയ കളക്ഷനൊന്നുമില്ല, തപ്പി എടുക്കണം. അമ്മാതിരി കളക്ഷൻ കുറവാണ്. അപ്പോൾ ഇതൊരു കളർഫുൾ ഡ്രസ്സ് എനിക്കിഷ്ടമായി. പിന്നെ എൻ്റെ കയ്യിലുള്ളൊരു ബ്ലാക്ക് കണ്ടില്ലേ, അതിട്ടിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അതും എനിക്കിഷ്ടമായി. ഞാൻ പോയതും എടുത്ത് പിടിച്ചത് ആ ബ്ലാക്ക് ആൻഡ് ഓഫ് വൈറ്റ് ആയിരുന്നു. പിന്നെ ഒരു പീക്കോക്ക് ഗ്രീനും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം ഇട്ട് നോക്കി. അതിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടത് ബ്ലാക്ക് ആൻഡ് ഓഫ് വൈറ്റ് ആണ്. പിന്നെ ഞാൻ കുറച്ച് ലെങ്ത്ത് കുറവുള്ളൊരു 2 ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് നമുക്ക് ജീൻസോ അല്ലെങ്കിൽ കുറച്ച് ലൂസായിട്ടുള്ള എന്തെങ്കിലും പാൻസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഡ്രസ്സ് ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, ലെങ്ത്ത് കുറവുള്ളത്. മുട്ടിന് താഴെയുണ്ട്, നമ്മുടെ അങ്ങനെ കുറച്ച് വിടർന്ന് നിൽക്കുന്ന ടൈപ്പ് ഉണ്ടാവില്ലേ. അപ്പോൾ ഇട്ടപ്പോൾ നല്ല ഇഷ്ടമായി, എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എടുത്തതാണ്. ഒന്ന് ഫുൾ വൈറ്റ് മാത്രം കേട്ടോ. ഒന്ന് പിന്നെ വൈറ്റിൽ നമ്മുടെ ഒരു ഫ്ലോറസെൻറ്റ് കളർ ഉണ്ടാവില്ലേ, മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറായിരുന്നു കേട്ടോ. അതും അടിപൊളിയായിരുന്നു. അപ്പോൾ ആ 2 എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 2 എടുത്തു കേട്ടോ. ഞാൻ പർച്ചേസ് ചെയ്ത ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് വേറൊരു വ്ളോഗ് ചെയ്യും. പിന്നെ നമുക്ക് പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ ഐറ്റംസ് ഒക്കെ മേടിക്കണം. ഇനി വേറൊരു ദിവസം വരാൻ വയ്യാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇന്ന് തന്നെ അതങ്ങ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലുലുവിൽ കയറിയപ്പോൾ തന്നെ അവർ ക്യാമറ അലൗഡ് അല്ല, ക്യാമറ അലൗഡ് ആവണം എന്നുണ്ടെങ്കിൽ അവിടെ പോയി പെർമിഷൻ എടുക്കാൻ പറഞ്ഞു. ഞാൻ പെർമിഷനൊന്നും എടുക്കാൻ പോയില്ല കേട്ടോ. ഒന്നാമത് വീഡിയോ എടുക്കാനുള്ള മൂഡേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അവിടുന്ന് ജസ്റ്റ് കയറി പ്രൊവിഷനും കുറേ ഐറ്റംസൊക്കെ മേടിച്ച് ഇറങ്ങുന്ന അങ്ങനത്തെയൊക്കെ ഷോട്ടുകൾ മാത്രം എടുത്തു കേട്ടോ. ലുലുവിൽ പോയപ്പോൾ ഒരുപാട് ആൾക്കാരെ കണ്ടു, ഒരുപാട് ആൾക്കാർ നമ്മളോട് വന്ന് സംസാരിച്ചു കേട്ടോ. ഭയങ്കര സന്തോഷം തോന്നി. ചില ആൾക്കാർ കണ്ടിട്ട് ചിരിച്ചിട്ട് പോയി. ചിരിച്ചപ്പം നമ്മൾ അറിഞ്ഞിട്ടായിരിക്കുമോ ഇനി പറയാണ്ടായിരിക്കുമോ ഒന്നും അറിയില്ല. പക്ഷേ ഒരാളെ കാണുമ്പോൾ ചിരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു നല്ലൊരു പോസിറ്റീവ് വൈബല്ലേ. അപ്പോൾ നമ്മളും ചിരിക്കും. അങ്ങനെ കുറേ ആൾക്കാർ വന്ന് സംസാരിച്ചു. ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റാത്ത കാരണം നമ്മൾ അവിടെ ക്യാമറയും കാര്യങ്ങളൊന്നും ഓണാക്കിയില്ല. നമ്മൾ ഷോപ്പിംഗ് അങ്ങ് എൻജോയ് ചെയ്തു ഇപ്രാവശ്യം. ക്യാമറയുടെ പുറകെ നടക്കേണ്ട ആവശ്യം വന്നില്ലല്ലോ. പിന്നെ നമ്മൾ ഇനി നേരെ വീട്ടിലോട്ട് പോകുന്നു. ലുലുവിൽ തന്നെ നമ്മൾ നോമ്പ് തുറക്കാനുള്ള ഐറ്റംസൊക്കെ മേടിച്ചു കേട്ടോ. കാരണം വീട്ടിലെത്തുമ്പോൾ വൈകും എന്നുള്ളത് അറിയാം. ഏകദേശം 6 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിലോട്ട് എത്തുമ്പോൾ. രാവിലെ ഒരു 11:30-12 മണിക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. ഇനിയിപ്പോൾ എന്താണ്, എല്ലാ സാധനങ്ങളും പിള്ളേരൊക്കെ ആകെ ടയേർഡായിട്ടോ. അവന് നിങ്ങളും കൂട് എന്ന് പറയണം എന്നോട്. ഞാൻ പറഞ്ഞു ഞാൻ കൂടാ, നീ എടുത്ത് തുടങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ ഇതാ പതുക്കെയാണ് കേട്ടോ. ഒക്കെ ടയേർഡായിരിക്കുകയാണ്. നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അവർ കുടിക്കും, അങ്ങനെ ടയേർഡായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ലുലുവിൽ മേടിച്ചതാണ് കേട്ടോ ഈ സ്നാക്കൊക്കെ. കാണാനുള്ള മഞ്ചന്നെ ഉള്ളൂ, കഴിക്കാൻ വലിയ ടേസ്റ്റൊന്നും ഇല്ല. ഇനിയിപ്പോൾ പറഞ്ഞിട്ടെന്താ കാര്യം. അപ്പോൾ കാണാൻ ഭയങ്കര അടിപൊളിയായി അട്രാക്ഷനൊക്കെ കണ്ടപ്പോൾ നമ്മൾ മേടിച്ചാൽ. പിന്നെ അവിടെ ഒരു ഇഫ്താർ കൗണ്ടർ ഉണ്ട്. അവിടെ നമ്മൾ മലബാർ സൈഡിലുള്ള ഇറച്ചിപ്പത്തിരി അത് ഇതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിത് മേടിച്ച് കഴിഞ്ഞിട്ടാണ് അത് കണ്ടത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് മാത്രമേ മേടിക്കുള്ളൂ. പിന്നെ അവിടെ ഏകദേശം കാലിയായിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ലുലുത്തെ കിച്ചണിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ ഈ ഐറ്റംസൊക്കെ. പിന്നെ നമ്മൾ കുറച്ച് മട്ടനും ബീഫ് മേടിച്ചില്ല, മട്ടനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന്. നല്ല ഫ്രഷ് മട്ടനല്ലേ, അപ്പോൾ കുറച്ച് അതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതൊന്ന് ചൂടാക്കിയിട്ട്, ഇത് ചിക്കന് മേടിച്ചിരുന്നു, അതുപോലെ ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ചൂടാക്കി ഇനിയിപ്പോൾ എന്താണ് എല്ലാം ടേബിളിലൊക്കെ കൊണ്ടുപോയി നിരത്തണം. പിള്ളേരൊക്കെ ആകെ ടയേർഡായി. എനിക്ക് ഡ്രസ്സൊന്നും മാറ്റാൻ സമയം കിട്ടിയില്ല കേട്ടോ. വേഗം വന്ന് കൈ മുഖം കാലൊക്കെ കഴുകി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വേഗം നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാൻ വേണ്ടി നിന്നു കേട്ടോ. അവിടെ നിന്ന് തന്നെ നമ്മൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്തതും മേടിച്ചിട്ടുണ്ടായിരുന്നു, വെജിറ്റബിൾ സാലഡും പിന്നെ കുബൂസും അങ്ങനത്തെയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് കുക്ക് ചെയ്യാനുള്ള ടൈമും ഇല്ല, വെയ്യാണ്ടാവും ചെയ്തു കേട്ടോ. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ ഇക്കാൻ്റെയും ഇവിടുത്തെ എല്ലാവരുടെയും സ്പെഷ്യലായിട്ടുള്ള ബക്ലവ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ടൈപ്പ് ബക്ലവയാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. അപ്പോൾ നമ്മൾ അത് മേടിച്ചിരുന്നു. പിന്നെ നമ്മൾ സിൽവർ ബട്ടൺ കിട്ടിയിട്ട് ഒരുപാട് പേര് കൺഗ്രാറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഒരു സിൽവർ ബട്ടൺ നമ്മുടെ കയ്യിലോട്ട് എത്തിയത്. ഇനിയും ഉയരങ്ങളിലോട്ട് എത്തട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര്. പിന്നെ എൻ്റെ തട്ടിനെ കുറിച്ച് ഇങ്ങനെ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ
തട്ടം വിടുന്നത്. ഞാൻ മഫ്തയൊക്കെ കുത്തിയിട്ട് വന്ന് ഇങ്ങനെയൊക്കെ ആക്കുമ്പോൾ നിങ്ങൾക്കത് പറയാം, ജിനിത്ത് എന്തെങ്ങനെ ആക്കുന്നത് അങ്ങനെ ആക്കുന്നത്. എനിക്ക് ഇങ്ങനെ ഇട്ട് ശീലമായിട്ടോ. ചില സമയത്ത് ഞാൻ മുടി ഇങ്ങനെ കെട്ടിയാണ്ട് ഉള്ളിൽ വെക്കും, എന്നാലും ഞാൻ ഇങ്ങനെ എനിക്ക് മഫ്ത കുത്തിയിട്ടും ഒന്നും ഒരു കംഫർട്ട് തോന്നാറില്ല, എൻ്റെ മുഖത്തിനൊരു ഷേപ്പും ഒന്നും തോന്നാറില്ല കേട്ടോ. അതാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. പിന്നെ ഒരു പ്രാവശ്യം പർദ്ദയൊക്കെ ഇട്ടപ്പോൾ എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ്, അതാണ് തട്ടത്തിൻ്റെ കാര്യം. ഓക്കെ, അല്ലാണ്ട് പിന്നെ തട്ട് ഇട്ടിട്ട് പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് പുറത്തിറങ്ങുമ്പോൾ ഉമ്മയും ഉപ്പയും ചീത്ത അറിയില്ല എന്നൊക്കെ ചോദിക്കണ്ടേ. ഉമ്മയും ഉപ്പയൊന്നും ചീത്ത അറിയില്ല കേട്ടോ. അതൊക്കെ എൻ്റെ പേഴ്സണൽ താല്പര്യങ്ങളായിട്ട് അവർക്ക് അറിയാം. അത് ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടങ്ങൾ ഉണ്ടാവില്ലേ, അതൊക്കെ ആ ഒരു ഗണത്തിൽ പെട്ടതാണെന്നുള്ളത് അവർക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ. അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമ്മുടെ വീട്ടിലില്ല, ഇനിയും അങ്ങോട്ട് ഇല്ലാണ്ടിരിക്കട്ടെ അല്ലേ. അങ്ങനെ നമ്മളിതാ ഫ്രൂട്ട് നോമ്പ് തുറക്കാൻ സമയമായപ്പോൾ എല്ലാം കൊണ്ടുവച്ചു. നമ്മൾ ബദാം കോക്കനട്ട് ഷേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു റീഫ്രഷിങ് ഡ്രിങ്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു, മിൻറ്റ് ലൈമിൻ്റെ അങ്ങനെ ഒരു സംഭവം. അത് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ സെർവ് ചെയ്യാണ്. ഇക്കും ഞാനും കൂടിയാണ് കേട്ടോ സെർവ് ചെയ്യണ. കുട്ടികളൊന്നും പള്ളിക്കൊന്നും പോയില്ല, പോകാൻ വയ്യ പറഞ്ഞിട്ട് അവരവിടെ തന്നെ ഇരുന്നു കേട്ടോ. അങ്ങനെ ബാങ്ക് വിളിച്ചു, നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇരുന്നു. ഞാനും ഉമ്മയും ഒക്കെ ഇരുന്നതാ നമ്മൾ നോമ്പ് തുറക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ. ഇഷ്ടമായിക്കന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമ്മുടെ സിൽവർ ബട്ടൺ അൺബോക്സിങ് വീഡിയോ ഒക്കെ വരുന്ന വ്ളോഗിൽ കാണിക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്ത ഡ്രസ്സുകളൊക്കെ കാണിക്കാട്ടെ ഇൻഷാല്ലാ. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു കുഞ്ഞു വ്ളോഗായിട്ട് ഇനി വരാം. അതുവരേക്കും എല്ലാവർക്കും ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ.